ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ഉച്ചയൂണാവാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഫുൾ അടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അരി തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് അയിലമീൻ നന്നാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഓർക്കാപ്പുളി ഇട്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പുളി ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓർക്കാപ്പുളി, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോഴേക്കും മീനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അമ്മിക്കല്ലിലാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ളത്, അതും കൂടെ ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇനി ഇത് കടുക് വറവിട്ടെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം കുറച്ച് കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് പച്ചമുളകും പിന്നെ ഉപ്പ്, എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി ഇത് ഇളക്കി വേവിച്ചെടുക്കാം. അപ്പോഴേക്കും പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു. കറിക്കെടുത്തതിൽ നിന്നും കുറച്ച് അയലക്കൊട്ടന്മാരെ ഞാൻ മീൻ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ വറക്കാനായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് സ്പോട്ടിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള ഊണിന് ഞണ്ടും കൂടെ ഉണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അപ്പോൾ ഉച്ചയ്ക്കുള്ള ഊണ് ഇലയിലാക്കാമെന്ന് വെച്ച് വേഗം പോയി ഇലയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് കഴുകി മുന്നിൽ അങ്ങോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഉപ്പേരി, ഞണ്ട് വരട്ടിയതും, പിന്നെ മീൻ വറുത്തത്, മാങ്ങ അച്ചാർ, പപ്പടം, പിന്നെ നമ്മുടെ ചോറിനൊപ്പം ഒഴിച്ച് കൂട്ടാനും നമ്മുടെ മീൻ കറി കേട്ടോ. എന്ത് മീൻ? അയല മീൻ കറി. അപ്പോൾ ഇന്നത്തെ ഊണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കല്ലേ.